പറയാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ എന്താ പറയുക, ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഇതൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. ചിലപ്പോൾ ഈ മിസ്റ്റേക്ക് കാരണം എംപ്ലോയി നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പൈസ ചിലപ്പോൾ അറിയാതെ പോകുന്നുണ്ടാവാം. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് എല്ലാവരുടെയും അവയർനെസ്സിനായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ ജൂലൈയിലാണ് ഒരു ലോൺ എക്സ്പ്രസ് ക്രെഡിറ്റ് ആയിട്ട് ഒരു ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അത് ജൂലൈ 26 എടുത്തത്. 14 ചില്ലാണ്ടി വരിയത്ത് ഇൻട്രസ്റ്റ് പ്രോസസ്സിങ് ഫീ തന്നെ അവർ ഈടാക്കിയിട്ടുണ്ട് അന്ന് തന്നെ. അതിന് ശേഷം ഒരു പാർട്ട് പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ജൂലൈയിൽ 26 കഴിഞ്ഞിട്ട് 31 വരെയുള്ള 5 ദിവസത്തെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് 1657 രൂപ പിടിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആയി കഴിഞ്ഞപ്പോൾ പ്രീപേയ്മെൻറ്റ് പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കേസിൽ നമുക്കൊരു 339 രൂപ പിടിച്ചു. ഇത് പിടിച്ചു കഴിഞ്ഞിട്ട് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു ഇൻഫർമേഷനും ഇല്ല. ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കയറി നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല ഇത് എന്തിനാണ് പിടിച്ചത്. കാരണം എല്ലാ മാസവും EMI കൃത്യം ഡേറ്റിൽ തന്നെ ഞാൻ അടക്കുന്നുണ്ടായിരുന്നു. ഈ ജൂലൈ ഓഗസ്റ്റിൽ തുടങ്ങി അടക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം കൃത്യമായ ഡേറ്റുകളിലാണ് അടച്ചേക്കുന്നത്. എന്നാണോ നമ്മൾ ലോൺ എടുക്കുന്ന ദിവസം പറഞ്ഞേക്കുന്ന EMIയുടെ ഡേറ്റ്, ആ ഡേറ്റിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാകും, അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ വഴിയിട്ട് ഡെപ്പോസിറ്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ് അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കൃത്യമായി അടച്ചു പോകുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ 339.84 എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായില്ല. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ മെയിൽ അയച്ചു. ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ SBIയിലോട്ട് നമ്മുടെ എവിടെയാണോ പുതിയ ബ്രാഞ്ചിലാണ് ഈ ലോൺ എടുത്ത എൻ്റെ അക്കൗണ്ട് എവിടെയാണ്, ഇതുകൊണ്ട് അവിടെ തന്നെയാണ് ലോൺ എടുത്തത്. അപ്പോൾ ഇത് ഞാൻ ലോണ് എൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പ്രീപേയ്മെൻറ്റ് പെനാൽറ്റി എന്ന് പറഞ്ഞ് 25-ാം തീയതി നമുക്ക് ഇങ്ങനൊരു ഡിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഡക്ഷൻ റീസൺ അല്ലെങ്കിൽ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൽ അയക്കുന്നത്. ഇത് അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 3-ാം തീയതിയാണ്, സെപ്റ്റംബറിലാണ് നമ്മളുടെ പിടിച്ചിരിക്കുന്നത്. ഒക്ടോബർ 3-ാം തീയതി ഞാൻ മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യാതൊരു റെസ്പോൺസും ഇല്ല ബാങ്കിൻ്റെ സൈഡിൽ നിന്ന്. ദെൻ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ട് മെയിൽ അയക്കുകയാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും കിട്ടുന്നില്ല. പിന്നെ നമ്മളൊരു 10-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ 10-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, 13-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു റെസ്പോൺസ് ഇല്ലാതെ കഴിയുമ്പോൾ 10 ദിവസമായല്ലോ, ബാങ്ക് സ്വാഭാവികമായിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. 13-ാം തീയതി നമ്മൾ കസ്റ്റമർ കെയറിലും SBIയുടെ കോൺടാക്ട് സെൻറ്ററിലും gm.customer എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ ID ഉണ്ട്. എനിക്ക് തോന്നുന്നത് മുംബൈ ഹെഡ് ഓഫീസിലെ എന്തോ ഇമെയിൽ ID ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ ഇമെയിൽ IDയിലോട്ട് നമ്മൾ CC വെച്ചിട്ട് ബാങ്കിൻ്റെ രീതിയിൽ നിന്ന് വീണ്ടും അപ്ഡേറ്റ് ചോദിച്ചാൽ ഇതിപ്പോൾ അയച്ചേക്കുന്ന ടൈം 7:11, അതായത് വൈകിട്ട് 7:11 അയച്ചേക്കുന്നത്. എനിക്ക് 8 മണി ആറായി കഴിയുമ്പോഴേക്കും എനിക്ക് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് കോൾ വരികയാണ്. മെയിൽ ഇപ്പോഴാണ് കണ്ടത്, ഞാൻ നോക്കിയിട്ട് പിറ്റേ ദിവസം റെസ്പോണ്ട് ചെയ്യാമെന്ന്. പിറ്റേ ദിവസം റെസ്പോണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല പിന്നെ ഒരു ഡിലേ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ വീണ്ടും ഇതിൻ്റെ ഫോളോ അപ്പ് മെയിൽ അയക്കാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കി കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു മെസ്സേജ് വരികയാണ്. അതായത് 339.84 ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അക്കൗണ്ട് വീണ്ടും എടുത്തു കഴിഞ്ഞപ്പോൾ റീപേയ്മെൻറ്റ് ബൈ അക്കൗണ്ട് പ്രീ പെനാൽറ്റി റിവേഴ്സൽ, ഇത് RVSR എന്നുള്ള റിവേഴ്സലാണെന്ന് ഊഹിക്കുന്നു. അപ്പോൾ അത് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജ് വരികയാണ്. ഇതുവരെയും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാതെ ഇങ്ങനെ ഡിഡക്ഷൻ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ അടുത്ത് മെയിൽ അയച്ച് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ബാങ്കിൽ പോയി ചോദിക്കുകയാണെങ്കിൽ ഇത്രയും ഡിലേ ആവത്തില്ലായിരിക്കാം. മേ ബി അവർ അപ്പം തന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരും. ഞാൻ മെയിൽ അയച്ചുകൊണ്ടായിരിക്കാം ഡിലേ ആയിട്ടുണ്ടാവുക. പക്ഷേ
നമുക്കിപ്പോൾ എല്ലാവർക്കും ബാങ്കിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ മെയിലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാത്രി വന്നിട്ടാണ് സ്വാഭാവികമായിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്. എൻ്റെ വർക്കിംഗ് അവേഴ്സ് 8:30 to 6 ആണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ബാങ്കിൽ വിസിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും പോസിബിൾ ആയിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളും ഫോൺ നമ്പറും വാട്സാപ്പ് എല്ലാ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം യൂസ് ചെയ്യുന്നൊരു ബാങ്കാണ്. അപ്പോൾ നമ്മൾ ആ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഇമെയിൽ അയക്കുമ്പോൾ ഇതിന് മുന്നുള്ള മാനേജേഴ്സ് എനിക്ക് കൃത്യമായ ഓൺ ടൈം റെസ്പോണ്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആദ്യ മാനേജറോ എന്തോ പരിചയക്കുറവ് കൊണ്ടാണോ അറിയത്തില്ല, ഇമെയിൽ ഡിലേ ആയി. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള കേസുകൾ വല്ലതും ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എപ്പോഴും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മൾ കൃത്യമായിട്ട് പോകുന്ന ഒരു ഈ ലോൺ അക്കൗണ്ട് ആയാലും അല്ലാത്ത അക്കൗണ്ട് ആയാലും എന്തുകൊണ്ട് ആ പൈസ പിടിച്ചു എന്നുള്ളത് നമുക്കറിയില്ല എന്നെനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബൈ മിസ്റ്റേക്ക് പിടിച്ചതാണെങ്കിൽ അവർ റിവേഴ്സ് ചെയ്ത് തരും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെട്ടെ എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.